ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പിള്ളേർ എത്ര എളുപ്പം പറഞ്ഞെന്നറിയാം. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ അതിന്റെ താഴെ ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ആൻസർ ആര് പറയണം? അതിന്റെ ആൻസർ നിങ്ങൾ പറയണം. പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ, ചോദ്യ പേപ്പറിലുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടുകയല്ല, പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷൻ കിട്ടും. എക്സാം നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ പഴയ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം. എക്സാം നന്നായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൊമോഷൻ കിട്ടും. സ്പിരിറ്റ് തലത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പ്രൊമോഷൻ ഉണ്ടാകുവാൻ നിങ്ങൾ ഈ വാക്ക് മറുപടിയായിട്ട് പറയണം. കാരണം സഭയോട് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പൗലോസ് 5 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. 5 ക്വസ്റ്റ്യനുകൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് വിശ്വാസികളാണ്. പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയായ ഞാനാണ്. കാരണം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുക എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചില ആളുകളൊക്കെ ചോദിക്കുന്ന പോലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരം പറയണം. നിങ്ങളാണ് അതിന് ആൻസർ പറയേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉൾപ്പെടെ അവിടെയുണ്ട്. അല്ലെ, ടി വിയിലേക്ക് നോക്കിയേ ഉണ്ടോന്ന് നോക്കിയേ, ചോദ്യചിഹ്നം ഉൾപ്പെടെ അവിടെയുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഉത്തരം നിങ്ങൾ പറയണം. ചോദ്യം ഞാൻ പറയും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരുമില്ല. നോ വൺ. ആരുമില്ല. ഉറപ്പാണോ? എന്നിട്ട് മുഖത്തൊരു തെളിച്ചില്ലല്ലോ. പറഞ്ഞ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? യേശുക്രിസ്തുവിനെ, തന്റെ ഏകജാതനായ മകനെ, ഏറ്റവും ഉന്നതനായവനെ, സർവശക്തനായ പുത്രനെ, അവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതെ ഇരിക്കുമോ? പിതാവായ ദൈവം തൻ്റെ ഏക മകനെ എനിക്ക് തരാൻ മടിച്ചില്ലെങ്കിൽ, ഒറ്റ പുത്രനെ ഉള്ളായിരുന്നു, ആ പുത്രനെ എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, എന്നെ നീതീകരിക്കാൻ, എനിക്ക് വേണ്ടി യാഗമാക്കാൻ ഈ പിതാവ് മടിച്ചില്ലെങ്കിൽ ആ പുത്രനോട് കൂടെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാതിരിക്കുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. ഷിജിന എന്നോ പറഞ്ഞേ? ആർക്കും പറ്റില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരാളിനെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? സകലതും അറിയുന്ന, തുടക്കവും ഒടുക്കവും അറിയുന്ന, സകല ഡീറ്റെയിൽസും അറിയുന്ന, ഉൾപ്പൂവുകൾ അറിയുന്ന, ഹൃദയങ്ങളെ അറിയുന്ന, സകലത്തെ അറിയുന്ന സർവശക്തനാകുന്ന ദൈവമാണ് ഈ മകനെ, ഇവരെയൊക്കെ തെരഞ്ഞെടുത്തതെങ്കിൽ, നിങ്ങളെ ചൂസ് ചെയ്തതെങ്കിൽ ദൈവം അബദ്ധം കാണിക്കുമോ? ഇല്ല. ഹല്ലേലൂയ. നാലാമത്തെ ചോദ്യം ഇതാണ്. നീതീകരിച്ചവൻ, എന്നെയും നിങ്ങളെയും നീതീകരിച്ചവൻ ദൈവമാണ്. ആർക്ക് ശിക്ഷ വിധിക്കുവാൻ കഴിയും? ആർക്കും പറ്റില്ല. ഉറപ്പാണോ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ക്രിസ്തുവിന്റെ ഇത്ര വലിയ സ്നേഹത്തിന് ഉറവിടമായ, എനിക്ക് അനുകൂലമായിരിക്കുന്ന, എനിക്ക് വേണ്ടി സകലതും നൽകി തന്ന, കുറ്റം പറയുന്നവരുടെ നടുവിൽ എന്നെ കുറ്റപ്പെടുത്താതെ തിരഞ്ഞെടുത്ത, എന്നെ തിരസ്കരിച്ചവരുടെ നടുവിൽ എന്നെ നീതീകരിച്ച, എനിക്ക് ശിക്ഷ വിധിക്കുന്നവരുടെ നടുവിൽ എന്നെ നീതിമാനായി നീതിമതിയായി പ്രഖ്യാപിച്ച ഇത്ര സ്നേഹനിധിയായ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് അടർത്തി മാറ്റാൻ കഴിയും? ആർക്കും പറ്റില്ല. ഈ 5 കാര്യങ്ങളിൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് വെറുതെ പറഞ്ഞ കേവലം ഒരു വാക്കായി മാത്രം പോകരുത്. ഒന്നാമത്തെ വാക്ക്, ചോദ്യം മാത്രം ഞാനെന്ന് പറയാം. ദൈവം
നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വേർഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഇഫ് ഗോഡ് ബി ഫോർ us, who can be against us? ദൈവം നിങ്ങളുടെ സൈഡാണെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ സൈഡ് നിൽക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യം, വേറെ ആര് വേണം? ഈ ഉലകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരും, ഇവിടുത്തെ സകല മത നേതാക്കന്മാരും, ഇവിടുത്തെ സകല മനുഷ്യരും, ഇവിടുത്തെ സകല ബിസിനസ്സുകാരും, ഇവിടുത്തെ സകല പണക്കാരും, ഇവിടുത്തെ സകല പ്രമാണിമാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ ഒപ്പമില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ ഒപ്പം ഇല്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല, ഒരു മത നേതാവും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ട്, എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കണ്ട് തെരഞ്ഞെടുത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, അവൻ എൻ്റെ സൈഡാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ നിനക്ക് വിരോധമാണെങ്കിലും എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്, എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്കൊരു വിഷയം വന്നാൽ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കാനുണ്ട് എന്നുള്ളതല്ല. എനിക്കൊരു വിഷയം വന്നാൽ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പോലും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും ആ പ്രസൻസിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവത്തിന്റെ കൂടെയുണ്ടോ, രണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ടോ? ഈ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് തകർന്നു പോയാലും, അത് ഉടഞ്ഞു പോയാലും, അത് കുശവന്റെ ചക്രത്തിലും കുശവന്റെ പ്രസൻസിലും ഉള്ളിടത്തോളം കാലം അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കുശവന് കഴിയും. You never leave the presence of God. ആദ്യം അത് ഉറപ്പുവരുത്തണം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഞാനും എൻ്റെ യേശു അപ്പായുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? എനിക്ക് എൻ്റെ ദൈവത്തോട് ആഴമേറിയ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ, അത് ഉറപ്പിക്കണമെന്നാണ്. കാരണം ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഇടയ്ക്കൊക്കെ ടെസ്റ്റ് തരുന്നത്. ഹല്ലേലൂയ. പലരും അത് എഴുതി തോക്കുകയാണ്, എന്നാൽ അത് എഴുതി തോക്കുകയല്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. You are not with me. ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യനെ സറൗണ്ട് ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ അനുകൂലത ഒരു വ്യക്തിയുടെ കൂടുണ്ടെങ്കിൽ, ഈ ഉലകം മുഴുവൻ ആ വ്യക്തിക്ക് പ്രതികൂലമായി തിരിഞ്ഞാലും ദൈവം അനുകൂലമായവനെ ജയിക്കത്തുള്ളൂ. 100% ഞാൻ പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യത്തിന് വേണ്ടി ചുവട് വെക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇത് മാത്രമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ, ദൈവത്തിന്റെ കരം ഇതിനകത്ത് അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ, ഇത് ദൈവം സക്സസ്ഫുൾ ആക്കിയിരിക്കും.